ഗവർണർ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് ഇവരുടെ ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വെറും പൊള്ളത്തരമാണ് എന്നുള്ളത് ഇന്ന് അവർക്ക് കൂടി മനസ്സിലായി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ സമരം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം പോടാ പുല്ലേ പോലീസ് ഞങ്ങൾക്ക് അതാണ് മറ്റേതാണ് മറിച്ചതാണ്, സർക്കാർ ഞങ്ങൾക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം ഈ ഗ്രൂപ്പിന്റെ ഒരു കേവലം ആത്മവിശ്വാസം മാത്രമാണ്. ഈ പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടുന്നത് പോലെ തന്നെ അടി ഇവർക്കും കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അവരവിടെ സംയമനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന പാർട്ടി ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ പോലീസുകാരെല്ലാവരും അങ്ങ് ഇടതുപക്ഷമായതുകൊണ്ടല്ല. വാ മോനെ, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി വിടാം, മോളെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കുറെ പോലീസുകാരന്മാരും പോലീസുകാരികളും ഒക്കെ ഈ സമരത്തിലുണ്ടായിരുന്ന പ്രവർത്തകരെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ്? ഇവർ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഇടതനുഭവം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവരും കാണും, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അവരുടെ ഒരു അപ്രീതിക്ക് കാരണമായിക്കൊണ്ട് തന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകണ്ട എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ രണ്ട് സ്ഥലത്തുള്ളത്. അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും അത് തന്നെയാണ്, അടിയിൽ നിന്ന് അല്ലെങ്കിൽ അടിക്കാതെ ആൾക്കാരെ അവിടെ കൂട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരും ഇത് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു അമിതമായിട്ട് വരുന്ന ആത്മവിശ്വാസമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം അവിടെ സാധിക്കും. നമ്മൾ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ മുഖത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് അന്ന് ഗവർണർ ഡോർ തുറന്ന് എന്നിട്ട് ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് വരൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞത്. ആ സമയത്ത് ജീവനും കൊണ്ട് പാഞ്ഞ ആൾക്കാരാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു? ഗവർണർ എന്തായാലും അവിടെ വരും എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് 6 ഷോ തുടങ്ങേണ്ടത്, അതായത് 6 മണിക്ക് ഷോ തുടങ്ങേണ്ടത് 4 മണിക്ക് ഷോ തുടങ്ങി, 4 ഷോ ആയിപ്പോയി. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? 2 മണിക്കൂർ മുമ്പ് ഈ ആൾക്കാരെ എല്ലാം കൂടെ തൂക്കി വാരി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നാണക്കേടായി. ഇന്നിപ്പോ ബാനർ അഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും നാണക്കേടായി. അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികൾ എന്തോ പകല് വിശ്രമത്തിലായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. അതിലും വലിയ തമാശ. ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി, അത് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആ ആളിനെ നമ്മൾ ടൈം ബൗണ്ടായിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അദ്ദേഹത്തിനോട് സമരം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു സംഭവം എന്നാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ വിദ്യാർത്ഥി സംഘടനയോ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്? എല്ലാ സമയത്തും തുടർച്ചയായിട്ട് ആളെ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഹർത്താലുകൾ നടത്തുന്നുണ്ട്. ഹർത്താൽ നടത്തുന്ന ദിവസം വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരെ ഇവർ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാറുണ്ടോ? എന്നെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പേരിൽ ഹർത്താലിൽ ഇടപെടുന്ന ഏതെങ്കിലും ഒരാളിനെ, ഹർത്താൽ ചെയ്യുന്ന ആളിനെ ഇവര് എന്തെങ്കിലും ശരി, അയാള് പാവം, അയാൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഹർത്താൽ ദിവസമായിട്ട് പോവുകയാണ്, നമുക്ക് ആ ആളിനെ അങ്ങ് വിട്ടേക്കാം എന്നിവർ കരുതാറുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ പണ്ട് കഴിഞ്ഞ തവണ ഓട്ടോയിൽ നിന്ന് ഇറക്കി ചെവിക്കലടിച്ച് പൊട്ടിച്ചത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗവർണർക്ക് എന്തിനാണ് ഇവരൊരു എക്സെപ്ഷൻ അതിനകത്ത് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നതിന്റെ കാര്യം അവർക്ക് മനസ്സിലായി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പദവികളൊന്നുമല്ല ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് വലിയ ആവേശത്തോടു കൂടി അങ്ങ് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കഴിച്ചിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ വലിച്ചു മൂക്കിൽ കയറ്റാൻ പറ്റുന്ന പദവികളല്ല ഇതൊന്നും. അതുകൊണ്ട് കുറച്ച് സംയമനം പാലിക്കുക. നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യും, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കും, അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കും എന്നൊക്കെ ജനാധിപത്യപരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം. പക്ഷെ കാലുകുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ അദ്ദേഹം കൈകുത്തിയാണ് അവിടെ വന്നത്, അതൊന്നുമല്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പുറത്തുള്ള കാര്യമാണ്. നിങ്ങളൊരു വളരെ കുഞ്ഞു സംഘടനയാണ് എന്നും നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.